റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ പങ്കെടുപ്പിച്ചില്ലെന്നും ദിനാഘോഷം രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നാരോപിച്ച് തലപ്പള്ളി തഹസിൽദാർക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവുമായ PN വൈശാഖ് അറിയിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി ഇന്ന് ഇവിടെ തലപ്പള്ളി തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ തലപ്പള്ളി താലൂക്കിൻ്റെ ആസ്ഥാനമായിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാലങ്ങളായിട്ട് ഈ തലപ്പള്ളി താലൂക്കിൻ്റെ പരിപാടി വടക്കാഞ്ചേരി ടൗണിലെ ജനപ്രതിനിധിയെ, അത് പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിലും പിന്നീട് നഗരസഭയായിരുന്ന കാലഘട്ടത്തിലും ജനപ്രതിനിധിയെ വിളിച്ച് അറിയിച്ച് പരിപാടിയുടെ സ്വാഗത സംഘം കൂടാറുണ്ട്. അതുപോലെ അതിനുശേഷം ഇതുപോലെ സ്വാതന്ത്ര്യദിനവും അതുപോലെ റിപ്പബ്ലിക് ദിനവും ആഘോഷിക്കുമ്പോൾ പരിപാടികൾക്കും അതാത് ജനപ്രതിനിധികളെ വിളിക്കുന്നൊരു കീഴ്വഴക്കം വടക്കാഞ്ചേരിയിലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം വടക്കാഞ്ചേരിയിലെ തഹസിൽദാർ അവർ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർ കോൺഗ്രസിൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ജനപ്രതിനിധി ആയതുകൊണ്ട് എന്നെ വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് കൂടിയായി എന്നെ ഇന്ന് അറിയിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിനെ പോലും അറിയിക്കാനുള്ളൊരു മര്യാദ കാണിച്ചില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ പേര് നോട്ടീസിൽ നിന്നിട്ട് വെക്കുക. അപ്പോൾ പേര് വെച്ച് ഞങ്ങൾ പേര് വെച്ചിരുന്നു എന്ന് പറയാം, ഞങ്ങളിത് അറിയുന്നില്ല. അപ്പോൾ കൃത്യമായ അവഹേളനം, കൃത്യമായ കീഴ്വഴക്കങ്ങളുടെ ലംഘനം, ആ ഒരു പ്രോട്ടോക്കോളിൻ്റെ ലംഘനം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ പ്രോട്ടോക്കോൾ ലംഘനത്തിനെതിരെ രാഷ്ട്രീയം കളിക്കുന്ന തലപ്പള്ളി തഹസിൽദാർക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ തന്നെയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം. സ്വാഗത സംഘ രൂപീകരണത്തിൽ പോലും കൗൺസിലർ എന്ന നിലയിൽ തന്നെ അറിയിച്ചില്ലെന്ന് PN വൈശാഖ് ആരോപിച്ചു. സ്ഥലം കൗൺസിലറെ ദിനപരിപാടിക്ക് ക്ഷണിക്കുക എന്ന സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത തഹസിൽദാർമാരുടെ നടപടി ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്നും PN വൈശാഖ് പറഞ്ഞു. MLAയുടെ കളിപ്പാവിയായി പ്രവർത്തിക്കുന്ന തഹസിൽദാർക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകും.